ഒരാൾ പിണങ്ങിയിരിക്കുന്നു, അടുത്ത ആൾ ചെന്ന് ശരിയാവുന്നു, അത് കഴിഞ്ഞിട്ട് അടുത്ത ആൾ പിണങ്ങിയിരിക്കുന്നു, അടുത്ത ആൾ വന്ന് ശരി. അത് കൂട്ടുകാരുടെ ദിൽഷയെ കരയിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഒരു അതിനു വേണ്ടിയിട്ട് മോഡ പ്രൊഫൈലിൽ കയറി എന്തൊക്കെയോ അത് എന്നെ പറ്റി പറഞ്ഞായിരുന്നു. അപ്പൊ ശരിക്കും സത്യമുള്ള പറയാം, ഞാനിവിടെ കിടന്ന് കരഞ്ഞു കാര്യം നമുക്ക് ഒന്നും എക്സ്പീരിയൻസ് ഉള്ള ആളുകളല്ല. റിയൽ ലൈഫിനല്ല, ഞങ്ങളുടെ ഇപ്പൊ അവൻ ഇറങ്ങുമ്പോൾ അവൻ ക്ലിയർ കട്ടായിട്ട് കാര്യങ്ങൾ പറയും, എന്താണ് സംഭവം എന്ന് അവൻ പറഞ്ഞു തരും. പക്ഷെ ഞാരമ്പൻ മാത്രമല്ല, കോഴിയാണ്, മണ്ടനാണ്, പൊട്ടനാണ്, ഇതെല്ലാം കണ്ടോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ യൂട്യൂബും ഫേസ്ബുക്കും പോയി തുറക്കാറില്ല. കാര്യമെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കമന്റുകൾ കാണുമ്പോൾ നമുക്ക് ഇപ്പം ഉമ്മ എന്നുള്ള സ്ഥാനമായാലും പെങ്ങളെന്നുള്ള സ്ഥാനമായാലും ഇത്ര 5 പേരുണ്ടല്ലോ അവര്, ഞങ്ങളെല്ലാവരും 5 പേര് വീട്ടിലുണ്ട്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് വിഷമം ഉണ്ടാകും. കാര്യമൊന്നും ഞങ്ങളുടെ കൂടെ കിടന്ന് ഞങ്ങളുടെ കൂടെ കളിച്ച് ഞങ്ങളുടെ കൂടെ എൻ്റെ കൂടെ ഉറങ്ങി ഒക്കെയുള്ള കൊച്ചിനെയാണ് ഈ പറയുന്നത്. അത്രയും അവൻ പറഞ്ഞിരിക്കുന്ന അവൻ ഒരിക്കലും കല്യാണം കഴിക്കത്തില്ലെന്ന്. അവൻ ഒരിക്കലും കല്യാണം കഴിക്കത്തില്ല. എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്ന കാര്യമാണ്. ഉമ്മച്ച എത്രത്തോളം ഉണ്ടോ അതുവരെ ഞാൻ ഇവിടെ കാണും, ഉമ്മച്ച മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എവിടെങ്കിലും പോകുന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത്. അവൻ ഇന്നലെ ഒരു ഇതിനകത്ത് പറയുന്നുണ്ട്, 9ാം ക്ലാസ് വരെ അവൻ പെൺപിള്ള അടുത്ത് മിണ്ടിയിട്ടില്ല. ബ്ലസ്ലി പോതിൻ്റെ തലേന്ന് വരെ എൻ്റെ കൂടെ കിടന്ന് ഉറങ്ങുന്ന മോനാണ്. അങ്ങനെ ആവുമ്പം ഞാനൊരു പോസിറ്റീവായിട്ടല്ലേ അതിനെ കാണത്തുള്ളൂ. അവൻ ഒരിക്കലും കല്യാണം കഴിക്കത്തില്ല എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഇപ്പൊ അവിടെ വന്ന് സ്ത്രീധനത്തിന്റെ കാര്യവും ഇങ്ങനെ പറയുന്നത്. അപ്പൊ അതും എനിക്കൊരു സന്തോഷമാണ്. അവന്റെ മൈൻഡ് ഇങ്ങനെയും തിരിഞ്ഞല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട്. വാപ്പാടെ മരണശേഷം 40 ദിവസം ഓരോ ഉറക്കമില്ലാതെ ഒരുപോലെ ഞങ്ങളെല്ലാവരും പേടിച്ചിട്ടുണ്ട് അവന് ഇങ്ങ് ഇതാവുമോ എന്നുള്ളൊരു ഭീതി ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞാണ് ഇവൻ ഈ യോഗ അങ്ങനെയൊക്കെ ഉള്ളതിലോട്ട് സെർച്ച് ചെയ്ത് പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പം തന്നെ നല്ല തലവേദന എടുത്തിരിക്കുക എനിക്ക്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കമൻറ്റ് വായിച്ചു, ഇവനല്ലേ അമ്മയും പെങ്ങളെയും റോഡിൽ കൊണ്ട് കളയുമെന്ന് പറഞ്ഞു ഇവനല്ലേ. ഒരാളിനെ ഇടിച്ച് താത്തിയാൽ മാത്രമേ വേറൊരാളിന് ആ സ്ഥാനത്തോട്ട് വരാൻ പറ്റൂ. അതിനുവേണ്ടി ചെയ്യുന്ന കാര്യം മാത്രമാണിത്. ഒരാളിനെ ഡീഗ്രേഡ് ചെയ്തു, ഒരാളിനെ മോശം പറഞ്ഞു, മറ്റൊരാളിനെ ജയിപ്പിക്കാനാണെങ്കിൽ പോലും അതൊന്നും. ഡോക്ടർ റോബിൻ എന്ന് പറഞ്ഞാൽ ബ്ലസ്ലി കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു എനിക്ക്, എന്നെ സംബന്ധിച്ച്. ഡോക്ടർ റോബിൻ ഒരു വികാരം തന്നെയായിരുന്നു. അല്ലേ, ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നതാണ്, പുറത്തായതിനു ശേഷമുള്ള കാര്യം തരംഗമാണ്. ഡോക്ടർ റോബിന് 2 വട്ടം കോവിഡ് വന്ന ആളാണ്. അപ്പം ഓരോ ടാസ്ക് ചെയ്യുന്ന കാണുമ്പോൾ നമുക്കറിയാം, ഈ ശ്വാസം മുട്ട് വരുന്നത് നമുക്കറിയാം. അപ്പോൾ എനിക്കും കോവിഡ് വന്നത്, അപ്പം നമുക്ക് മനസ്സിലാവും കോവിഡ് വന്ന അവരുടെ അവസ്ഥ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനൊരു സാധനം അടിക്കുമ്പോഴത്തേക്ക് ബ്ലസ്ലി ആയിരുന്നെങ്കിൽ റോബിൻ ആയപ്പോഴത്തേക്ക് ചാടി ഇറങ്ങി വഴക്കുണ്ടാക്കി. പക്ഷെ ബ്ലസ്ലി ആണെങ്കിൽ മിണ്ടാതെ അവിടെ ഇരിക്കും. ഇന്ന് റോബിനാണെങ്കിൽ നാളെ ബ്ലസ്ലിക്കും ഉണ്ടാവും എന്നുള്ളൊരു ഭീതി എനിക്ക് വന്നു പോയായിരുന്നു. എനിക്ക് അന്നേരവും തോന്നി തിരിച്ചു വിളിക്കണമെന്ന്. നിമിഷം പോയത് ബ്ലസ്ലി കാരണമാണെന്നോ എന്തൊക്കെയോ ചെറുതായിട്ട് പറഞ്ഞ് സ്ത്രീവിരുദ്ധൻ എന്നൊക്കെ പറഞ്ഞ് ഒപ്പിച്ചതാണ് ജാസ്മിൻ അങ്ങനെ മാറാൻ കാര്യം. ലൈവ് കണ്ടവർക്ക് അതും അറിയാം. പറയാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവൻ ഒരിക്കലും ഇത് പ്രതീക്ഷിക്കത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും വിഷമങ്ങളോ എനിക്കതൊരു നല്ല പേടി തന്നെയാണ്. അവൻ ഇറങ്ങുമ്പോൾ എന്താവും എന്നുള്ള പേടിയുണ്ട്. വെറുക്കുന്നുണ്ട്, ശപിക്കുന്നുണ്ട്, പിന്നെ ഫൈനൽ 5 വരാതിരിക്കാനാണ് പ്രാർത്ഥന എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒത്തിരി വിഷയങ്ങളുണ്ട്. ഫ്രോഡെന്നുള്ള അവനെ തന്നെ ഫ്രോഡെന്ന് വിളിച്ചു, വാപ്പാടെ മരണം കണ്ട് ഭ്രാന്തായി പോയനാണ് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ എന്നാലും ലക്ഷ്മിപ്രിയയ്ക്ക് ഒരു ഗെയിം, ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ റിയാലിറ്റി ഷോ ആണ്. റിയാലിറ്റി ഷോ ഗെയിമിനെ ഗെയിമായിട്ട് കാണുക. അവർ കാണിക്കുന്ന അവിടെ ഗെയിമാണ്. അതിന് പകരം വീട്ടുകാരെ അതിനകത്ത് വലിച്ചഴക്കാതിരിക്കും. നമസ്കാരം. നമസ്കാരം. ബ്ലസ്ലിയുടെ ഉമ്മയാണല്ലോ, എന്താണ് പേരെന്താണ്? എൻ്റെ പേര് നജ്മ സാബു. ഓക്കെ. ഇപ്പോൾ ബ്ലസ്ലി ബിഗ് ബോസിൽ വന്നിട്ട് വിന്നർ ആവാനായിട്ടൊക്കെ നിൽക്കുവാണ്. ബിഗ് ബോസ് സീസൺ 4 ഒരു ബ്ലസ്ലി തരംഗം തന്നെ പുറത്തുണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം തന്നെ വിന്നർ ആകും തന്നെയാണ് ഏകദേശം പ്രേക്ഷകരൊക്കെ തന്നെ പറയുന്നത്. അപ്പോൾ മകൻ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. ഈ ബിഗ് ബോസിന്റെ തുടക്കം മുതൽ തന്നെ ബ്ലസ്ലിയുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതൊക്കെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാര്യമെന്ന് പറഞ്ഞാൽ ഇത്രയും നല്ലപോലെ അവൻ പെർഫോം ചെയ്യുമെന്ന് ഞാൻ തന്നെ വിചാരിച്ചില്ല. വളരെയധികം നല്ലപോലെ പെർഫോം ചെയ്യും. തന്നെയല്ല, പ്രേക്ഷകരുടെ നല്ല സപ്പോർട്ടും നല്ല ഇതുവരെ നിന്നത്, ഇത്രയും നാൾ എവിക്ഷൻ വന്നിട്ടും അവൻ പുറത്താവാതെ നിന്നത് പ്രേക്ഷകരുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ്. അതിനാദ്യമായിട്ട് തന്നെ ഞാൻ അവരോടെല്ലാം നന്ദി പറയുന്നു. 2 വർഷത്തിനപ്പുറം ഉള്ള ഒരാളാണ് ഇപ്പം. ചേർന്നപ്പോൾ അങ്ങനെ അല്ലായിരുന്നു. 2 വർഷത്തിനകത്ത് അവന് ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒരു ട്രോമയിലൂടെ ഒക്കെ പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ കുറച്ച് നാളുകൊണ്ട് പഴയ ബ്ലസ്ലിയെ
2 വർഷത്തിന് മുമ്പുള്ള ബ്ലെസ്ലിയെ കാണാം. അതിന് വളരെ സന്തോഷം. അവനൊരു 2 വർഷം ആയിട്ടില്ല. ഇപ്പം നമുക്ക് എല്ലാവർക്കും വന്നൊരു ട്രോമയാണ്. അപ്പം അതിനകത്തുനിന്ന് അവൻ കരകയറി. അവൻ ഈ 2 വർഷത്തിനകത്ത് വെച്ച് വളരെയധികം സൈലൻ്റായി. എന്തോ പറയുന്നത്, നിങ്ങൾക്കൊക്കെ മനസ്സിലാവാൻ ആ സെൽഫി ടാസ്കിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് അവൻ ഫുഡ് കഴിക്കാതായി, സംസാരിക്കാതായി. ഇതിനകത്ത് വന്ന് കുറച്ച് നാൾ കഴിഞ്ഞില്ല, നമ്മുടെ ഈ റോബിൻ ഡോക്ടറുടെ ആ ഒരു ഇത് വന്നതിന് ശേഷം അവൻ ഓണായി. അപ്പൊ അത് കണ്ട് അത് കഴിഞ്ഞ് ഫുഡും ഒക്കെ കഴിക്കാൻ തുടങ്ങി. വളരെയധികം സന്തോഷമായി ഞങ്ങൾക്ക്. പഴയ ബ്ലെസ്ലി എങ്ങനെയോ ചിരിയും കളിയും കണ്ടില്ലേ, പാട്ടുകൾ, അത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ച്. ഇപ്പോൾ ബ്ലെസ്ലിയും ദിൽഷയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്, പക്ഷേ അത് ബ്ലെസ്ലി ഫ്രണ്ട്ഷിപ്പായിട്ടല്ല എടുക്കുന്നത്. അദ്ദേഹത്തിന് ലൈഫ് ടൈം കൂടെ ഉണ്ടാവണം, ലൈഫ് ടൈം പാർട്ണറായിട്ട് ഉണ്ടാവണം, പ്രണയമാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ലാലേട്ടൻ്റെ ഒരു എപ്പിസോഡിൽ തന്നെ പറയുന്നുണ്ട് എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് ആ രീതിയിലൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത്? നിങ്ങളുടെ ഫാമിലി ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടോ അത് കാരണം എന്തെങ്കിലും? അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, ബ്ലെസ്ലിയുടെ റിയൽ ലൈഫിനെ അത് ബാധിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? റിയൽ ലൈഫിനെ അല്ല, ഞങ്ങളുടെ ഇപ്പൊ അവൻ ഇറങ്ങുമ്പോ അവൻ ക്ലിയർ കട്ടായിട്ട് കാര്യങ്ങൾ പറയും, എന്താണ് സംഭവം എന്ന് അവൻ പറഞ്ഞു തരും. പക്ഷെ ഇപ്പോഴും നമുക്ക് ഇപ്പൊ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഒരു കുറച്ച് ദിൽഷയെ കരയിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഒരു അതിനു വേണ്ടിയിട്ട് മോഡ പ്രൊഫൈലിൽ കയറി എന്തൊക്കെയോ അത് വഴി എന്നെ പറ്റി പറഞ്ഞായിരുന്നു. അപ്പൊ ശരിക്കും സത്യമുള്ള പറയാം, ഞാനിവിടെ കിടന്ന് കരഞ്ഞു കാര്യം നമുക്ക് ഇതൊന്നും എക്സ്പീരിയൻസ് ഉള്ള ആളുകളല്ല. നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അവരൊരു ഫണ്ണായിട്ട് തന്നെ അത് എടുത്തേക്കുന്നത്. ഒരാൾ പണങ്ങിയിരിക്കുന്നു, അടുത്ത ആൾ ചെന്ന് ശരിയാവുന്നു, അത് കഴിഞ്ഞിട്ട് അടുത്ത ആൾ പണങ്ങിയിരിക്കുന്നു, അടുത്ത ആൾ വന്ന് ശരി. അത് കൂട്ടുകാരുടെ ഒരു മോഡലിൽ അങ്ങ് പോവാം. ഒന്നീ ഗെയിമിന്റെ ഭാഗമായിരിക്കാം, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കാം. അവന്റെ മനസ്സിൽ അവൻ ഇന്നലെ ഒരു ഇതിനകത്ത് പറയുന്നുണ്ട്, 9ാം ക്ലാസ് വരെ അവൻ പെൺപിള്ളേരടുത്ത് മിണ്ടിയിട്ടില്ല. ബ്ലെസ്ലി പോതിന്റെ തലേന്ന് വരെ എന്റെ കൂടെ കിടന്ന് ഉറങ്ങുന്ന മോനാണ്. അങ്ങനെ ആവുമ്പം ഞാനൊരു പോസിറ്റീവായിട്ടല്ലേ അതിനെ കാണത്തുള്ളൂ. പിന്നെ ആദ്യം ആരോടും അവൻ അറ്റാച്ച്മെന്റ് ഉണ്ടാവാറില്ല വേറെ ആളുകളോട്. മറ്റൊരു രസകരമായിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ ഈ എലിമിനേഷൻ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ലാലേട്ടനൊക്കെ പോയതിനു ശേഷം ബ്ലെസ്ലി ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ സമൂഹത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ പോകുന്നു. അതായത് പുരുഷധനം, എനിക്കിതിൽ കിട്ടുന്ന പ്രൈസ് മണി ഞാൻ പുരുഷധനമായിട്ട് കിട്ടുന്ന കുട്ടിക്ക് കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആളുകൾ അതൊക്കെ കണ്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താ തോന്നി ഉമ്മയ്ക്ക് അത് കണ്ടെന്ന് തോന്നി? അവൻ കണ്ടന്റ് കൊടുക്കുവാന്ന് തോന്നി. ഓക്കെ, കാര്യം എന്തെന്നറിയാമോ, അത് പറയാൻ അവൻ പറഞ്ഞിരിക്കുന്ന അവൻ ഒരിക്കലും കല്യാണം കഴിക്കത്തില്ലെന്നാ. അവൻ ഒരിക്കലും കല്യാണം കഴിക്കത്തില്ല. എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്ന കാര്യ, ഉമ്മച്ച എത്രത്തോളം ഉണ്ടോ അതുവരെ ഞാൻ ഇവിടെ കാണും, ഉമ്മച്ച മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എവിടെങ്കിലും പോകുന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത്. അവൻ ഒരിക്കലും കല്യാണം കഴിക്കത്തില്ല എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഇപ്പൊ അവിടെ വന്ന് ശ്രീധനത്തിന്റെ കാര്യോ ഇങ്ങനെ പറയുന്നത്. അപ്പൊ അതും എനിക്കൊരു സന്തോഷമാണ്. അവന്റെ മൈൻഡ് ഇങ്ങനെയും തിരിഞ്ഞല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട്. അതിപ്പം ദിൽഷ ഉദ്ദേശിച്ച് പറഞ്ഞാണെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, അവൻ കണ്ടന്റ് കൊടുക്കുകയാണെന്നാ എനിക്ക് തോന്നുന്നത്. നേരത്തെ പറഞ്ഞിട്ടുണ്ട് ജോക്കറിന്റെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവന്റെ ഭാഗത്തു നിന്നുള്ളൊരു കണ്ടന്റ് എന്നേ ഉള്ളൂ. ബ്ലെസ്ലി ഒരിക്കലും വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞു. എന്താ അങ്ങനെ പറയാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? അവന്റെ വാപ്പാടെ മരണശേഷം 40 ദിവസം ഓരോ ഉറക്കമില്ലാതെ ഒരുപോലെ ഞങ്ങളെല്ലാം പേടിച്ചിട്ടുണ്ട് അവന്. അവനും ഇങ്ങ് ഇതാവുമോ എന്നുള്ളൊരു ഭീതി ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞാണ് ഇവൻ ഈ യോഗ അങ്ങനെയൊക്കെ ഉള്ളതിലോട്ട് സെർച്ച് ചെയ്ത് പോകുന്നത്. അത് കഴിഞ്ഞാണ് ഇവൻ പറഞ്ഞത്. ഒരുപക്ഷെ അവൻ എപ്പോഴും പറയുന്ന കേട്ടിട്ടില്ലേ, ഇപ്പോഴത്തെ സംഭവം എന്തോ നടക്കുന്നത് എനിക്ക് അറിയാൻ വയ്യ, പേടിയാണ്, ഞാൻ ഇന്നലെ പറയുന്നുണ്ട്, ഞാൻ ഉറങ്ങാതിരുന്നിട്ടുണ്ട് മരിക്കുമെന്നുള്ള ഭീതി കാരണം. അങ്ങനെയൊക്കെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും അവൻ കല്യാണം കഴിക്കത്തില്ല എന്ന് പറഞ്ഞത്. പക്ഷെ ഇപ്പം അവൻ പറയുന്ന പുരുഷധനവും കല്യാണം കഴിക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. ആ ഒരു റേഞ്ചിലോട്ട് പഴയ 2 വർഷത്തിന് മുമ്പുള്ള ബ്ലെസ്ലിയിലോട്ട് അവൻ തിരിച്ചു വന്നതിന് സന്തോഷമുണ്ട്, വളരെയധികം സന്തോഷമാണ് അത് കാണുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിലും പുറത്ത് ഈ ഒരുപാട് ആൾക്കാർ ആർമി എന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ട് തമ്മിൽ ഫൈറ്റ് ഉണ്ടാവുന്നു. അതിൽ കുടുംബത്തെ അനാവശ്യമായിട്ട് വലിച്ചഴിക്കുന്നു, ബ്ലെസ്ലിയുടെ സഹോദരങ്ങളെ വലിച്ചഴിക്കുന്നു, ബ്ലെസ്ലിയുടെ സഹോദരിയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ പോയിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ അസഭ്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്നു, അല്ലെ, അവരെ ഭീഷണിപ്പെടുന്നു. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമുക്കറിയാൻ സാധിച്ചു നിങ്ങൾക്കത് മാനസികമായിട്ട് വളരെ വലിയ ആഘാതവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കി ഇത്തരത്തിൽ. അല്ല, ഭയങ്കര പ്രയാസമായിരുന്നു. കാര്യം ഞങ്ങളാരും ഇതുപോലെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളല്ല. അപ്പം മോഡ പേജിൽ വന്ന് ഒത്തിരി ദിൽഷയെ കരയിച്ചു എന്നുള്ളൊരിത് വെച്ച് സത്യം പറഞ്ഞാൽ ഇപ്പം തന്നെ നല്ല തലവേദന എടുത്തിരിക്കുക എനിക്ക്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കമൻറ്റ് വായിച്ചു, ഇന്നത്തെ ഡിബേറ്റ്, അതിനകത്ത് ഇവനല്ലേ അമ്മയും പെങ്ങളെയും റോഡിൽ കൊണ്ട് കളയുമെന്ന് പറഞ്ഞ ഇവനല്ലേ
ഇങ്ങനെയുള്ള ഞാൻ പറയാം, ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഷോയാണ്. ഗെയിമിൻ്റെ പാർട്ടായിട്ട് മാത്രം നമ്മൾ എടുത്താൽ മതി അല്ലേ. ആളുകൾ പറയും കുറച്ച് നാളോടെ ഒന്ന് ക്ഷമിച്ചുകൂടായിരുന്നു എന്നുള്ള ഒരു ഇത് വരും. പക്ഷേ ഞാൻ കുറച്ച് കരഞ്ഞായിരുന്നു ഇവിടെ കിടന്ന്. അപ്പം എൻ്റെ മോള് വിളിച്ച് അവിടെ പറഞ്ഞപ്പോൾ ഞാൻ ഒത്തിരിയും കരയുകയും ചെയ്ത്. എന്തോ പറയുന്നത്, അത് വിവരിക്കാൻ വാക്കുകളില്ല എന്ന് വേണം പറയാൻ. ഇതിപ്പോൾ പറയുന്നത് സത്യസന്ധമായിട്ടാണ്. എനിക്ക് ഉമ്മയോട് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. മകനെ ഇങ്ങനെ പറയുന്ന അത്രയേറെ ബുദ്ധിമുട്ടുണ്ടായിട്ടാണ് നമ്മളിത് പറയുന്നത്. എങ്കിൽ പറയാതിരിക്കാൻ സാധിക്കില്ല. ഉമ്മ അത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബ്ലെസ്ലി ഒരു ഞരമ്പനാണ്. അത്രയും ഏറ്റവും ഒരാളെ ഞരമ്പൻ മാത്രമല്ല, കോഴിയാണ്, മണ്ടനാണ്, പൊട്ടനാണ്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ യൂട്യൂബും ഫേസ്ബുക്കും പോയി തുറക്കാറില്ല. കാര്യമെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കമൻറ്റുകൾ കാണുമ്പോൾ നമുക്ക് ഇപ്പം ഉമ്മ എന്നുള്ള സ്ഥാനമായാലും പെങ്ങളെന്നുള്ള സ്ഥാനമായാലും ഇത്ര 5 പേരുണ്ടല്ലോ അവര്, ഞങ്ങളെല്ലാവരും 5 പേര് വീട്ടിലുണ്ട്. അപ്പം ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് വിഷമം ഉണ്ടാകും. കാര്യമൊന്നും ഞങ്ങളുടെ കൂടെ കിടന്ന് ഞങ്ങളുടെ കൂടെ കളിച്ച് ഞങ്ങളുടെ കൂടെ എൻ്റെ കൂടെ ഉറങ്ങി ഒക്കെയുള്ള കൊച്ചിനെയാണ് ഈ പറയുന്നത്. അത്രയും ഒരിക്കലും ബ്ലെസ്ലി ഞരമ്പനോ കോഴിയോ ഒന്നുമല്ല. ഇത് ഇങ്ങനെ ചെയ്താൽ മാത്രമേ വേറെ ഒരാളിനെ, നിങ്ങൾ പറയുന്ന രീതി വെച്ചാണെങ്കിൽ ബ്ലെസ്ലി പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെന്ന് ഇപ്പൊ പറഞ്ഞില്ലേ, ഒരാളിനെ ഇടിച്ചു താത്തിയാൽ മാത്രമേ വേറൊരാളിന് ആ സ്ഥാനത്തോട്ട് വരാൻ പറ്റൂ. അതിനുവേണ്ടി ചെയ്യുന്ന കാര്യം മാത്രമാണിത്. അല്ല അതിനകത്തൊന്നും അല്ലെങ്കിൽ അവനെ എത്ര നാളുകൊണ്ട് ഫിലിം ഫീൽഡിലും എല്ലാം നിൽക്കുന്ന നമ്മുടെ സ്ഥലത്ത് അന്വേഷിച്ചറിയാം. അവനെ നേരെ കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു. ആരുമായിട്ടും വലിയ ടച്ച് അവനില്ല. അവന്റെ ഒരു സ്വഭാവം അതാണ്. ഫാമിലി അതൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത്? അതൊരു നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവില്ല? തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അവൻ ഒരിക്കലും അങ്ങനെ അല്ലല്ലോ എന്നുള്ളൊരു സമാധാനം ഞങ്ങൾക്കുണ്ട്. ഈ ബ്ലെസ്ലിയുടെ സഹോദരിക്ക് ഒരു ചെറിയ കുട്ടിയാണ്. ആ കുട്ടിയെ എന്നുള്ളൊരു കൺസിഡറേഷൻ പോലും കൊടുക്കാതെ വളരെ മോശമായിട്ടുള്ള ഒരു വ്യക്തിഹത്യയിലൊക്കെ അപ്പുറം ഒരാളിനെ ഡീഗ്രേഡ് ചെയ്തു, ഒരാളിനെ മോശം പറഞ്ഞു, മറ്റൊരാളിനെ ജയിപ്പിക്കാനാണെങ്കിൽ പോലും അതൊന്നും കൂടുതൽ നീണ്ടു നിൽക്കരുത്. അതെന്ന് പറഞ്ഞാൽ ദൈവം എന്ന് പറയുന്ന സംഭവം ഉണ്ട് എന്തായാലും. അത് ഡിസേർവിങ്. അതായത് ഇപ്പോൾ ബ്ലെസ്ലിയുടെ കാര്യം പറയാൻ തന്നെയാണെങ്കിൽ ഡേ 1 തൊട്ട് അവൻ ഒന്നും അറിയാതെ പോയി. എല്ലാവരും പറയുന്നുണ്ട്, ഇപ്പോൾ ഇവൻ ഒരു ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്, അവനെല്ലാം പ്ലാൻഡാണ്, അവനെല്ലാം വെളിയിൽ നിന്നെല്ലാം പറഞ്ഞിട്ടാണ് പോയതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അവനൊന്നും അറിയത്തില്ല ബിഗ് ബോസിനെ പറ്റി. അവൻ പറയുന്ന കാര്യം സത്യങ്ങളാണ്. ഉമ്മ, ഇപ്പോൾ നിങ്ങൾ സൈബർ സെല്ലിലാണല്ലോ പരാതി കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ മകൾക്കെതിരെയൊക്കെ ഇത്തരത്തിലുള്ള മോശമായിട്ടൊക്കെയുള്ള സൈബർ അറ്റാക്ക്. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ എങ്ങനെയായിരുന്നു? അല്ല, അത് പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുക. റിസൾട്ട് വന്നിട്ടില്ല. അപ്പോൾ അതവർ പ്രൊസീഡ് ചെയ്യാന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഉടനെ വരുമായിരിക്കും. ഇതിന്റെ പിന്നിൽ കളിച്ചവരെല്ലാം കൃത്യമായി തന്നെ നിയമത്തിന് മുന്നിൽ വരുമല്ലോ? വരും. ഇത്രയും മെന്റലി ഹരാസ് ചെയ്തുകൊണ്ടാണ് ഒരു പ്രശ്നം ഉണ്ടായത്. കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഗെയിമിനെ ഗെയിമായിട്ട് മാത്രം എടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഫാൻസ് ഉണ്ട്, എല്ലാവർക്കും ഓരോ ഗെയിമുണ്ട്. 17 പേര് വന്നിട്ട് 17 പേർക്ക് ഓരോ ഗെയിമുണ്ട്. അതിനെ മാനിച്ചുകൊണ്ട് അല്ലേ വീട്ടുകാരെ മാനിച്ചുകൊണ്ട്. ഇപ്പം ഒരാൾ ഗെയിം കളിക്കുമ്പോൾ വീട്ടുകാരെ വഴക്ക് പറയുന്നത് ഒരു നല്ല ശീലമല്ലെന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ റോബിൻ, അദ്ദേഹം ബിഗ് ബോസിൽ മികച്ചൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. ഇപ്പം ബ്ലെസ്ലി ആയിട്ട് വളരെ നല്ലൊരു സൗഹൃദം, ഒരു ചേട്ടൻ അനിയൻ, ആ ഒരു ഇതിലായിരുന്നല്ലോ ആളുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഡോക്ടർ റോബിൻ ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോയതിനു ശേഷവും ബ്ലെസ്ലി അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സ്ട്രോങ് ആയിട്ട് നിന്നൊരു ആൾ കൂടിയാണ്. എങ്ങനെയാണ് അതൊക്കെ നോക്കി കാണുന്നത്? എന്താണ് പറയാനുള്ളത്? ഡോക്ടർ റോബിൻ എന്ന് പറഞ്ഞാൽ ബ്ലെസ്ലി കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു എനിക്ക്, എന്നെ സംബന്ധിച്ച്. അപ്പോഴ് സത്യം പറഞ്ഞാൽ ഡോക്ടർ റോബിൻ ഒരു വികാരം തന്നെയായിരുന്നു. അല്ലേ, ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പുറത്തായതിനു ശേഷമുള്ള കാര്യം തരംഗമാണ്. അവനെൻ്റെ ബ്രദറാണെന്ന് പറയാം. ഏത് പ്രശ്നം വരുമ്പോഴും പറയാനായിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും പ്രശ്നങ്ങൾ ഇപ്പോൾ ഉള്ള നെഗറ്റീവ് ഒരിക്കലും ഉണ്ടാകത്തില്ലായിരുന്നു ഡോക്ടർ റോബിനോട് ഉണ്ടെങ്കിൽ. ഒരിക്കലും ഉണ്ടാകത്തില്ലായിരുന്നു. അന്ന് ഈ സ്പ്രേ അടിച്ച സംഭവം ഒത്തിരിയും വിഷമം ഉണ്ടാക്കി. എനിക്ക് ഒത്തിരിയും വിഷമം ഉണ്ടാക്കിയെന്ന് പറയാൻ ഞാൻ പിന്നെ വിചാരിച്ച കാര്യം, ഡോക്ടർ റോബിന് 2 വട്ടം കോവിഡ് വന്ന ആളാണ്. അപ്പം ഓരോ ടാസ്ക് ചെയ്യുന്ന കാണുമ്പോൾ നമുക്കറിയാം ഈ ശ്വാസം മുട്ട് വരുന്നത് നമുക്കറിയാം. അപ്പോൾ എനിക്കും കോവിഡ് വന്നത്. അപ്പം നമുക്ക് മനസ്സിലാവും കോവിഡ് വന്ന അവരുടെ അവസ്ഥ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം അടിക്കുമ്പോഴത്തേക്ക് ബ്ലെസ്ലി ആയിരുന്നെങ്കിൽ, റോബിൻ ആയപ്പോഴത്തേക്ക് ചാടി ഇറങ്ങി വഴക്കുണ്ടാക്കി. പക്ഷെ ബ്ലെസ്ലി ആണെങ്കിൽ മിണ്ടാതെ അവിടെ ഇരിക്കും. ശ്വാസം ഈ ചെയ്ത സംഭവം റോബിൻ ശ്വാസം മുട്ടി അതിനകത്ത് കിടന്നു പോയെന്ന് എന്തോ ചെയ്തേനെ. അപ്പൊ ഇന്ന് റോബിനാണെങ്കിൽ നാളെ ബ്ലെസ്ലിക്കും ഉണ്ടാവും എന്നുള്ളൊരു ഭീതി എനിക്ക് വന്നു പോയായിരുന്നു അന്ന്. എനിക്ക് അന്നേരവും തോന്നി തിരിച്ചു വിളിക്കണമെന്ന്.
വളരെയധികം കഷ്ടമാണ്, വളരെയധികം സങ്കടമായിപ്പോയി. കാര്യം എന്തുകൊണ്ടും വിന്നറാവാൻ യോഗ്യതയുള്ള ആൾ തന്നെയാണ്, ആൾ തന്നെ ആയിരുന്നു റോബിൻ. ജാസ്മിനുമായിട്ട് തുടക്കത്തിൽ ജാസ്മിൻ പോകുന്നതിനല്ല ഒരു വീക്ക് മുന്നേ വരെ ബ്ലസ്ലി അത്ര ക്ലോസ് ആയിരുന്നു. കാരണം ജാസ്മിന് ചില തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിച്ച് ബ്ലസ്ലി നേരെയാക്കാനായിട്ട് മോട്ടിവേറ്റ് ചെയ്തു, തിരിച്ചു കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുന്നുണ്ടല്ലോ. അത് ജാസ്മിന് വേണ്ടി ഒരുപാട് പൊരുതുന്ന ഒരു ബ്ലസ്ലി നമ്മൾ ബിഗ് ബോസിൽ കണ്ടു. പക്ഷെ അവസാനത്തെ ഒരു വീക്കിൽ ജാസ്മിൻ ബ്ലസ്ലിക്കെതിരെ തിരിയുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഒരു സമയത്ത് ബ്ലസ്ലിയായിട്ട് ഒരു അകൽച്ചയായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ വിഷമം തോന്നിയോ? അപ്പോൾ എന്താ വിഷമം തോന്നാൻ? ജാസ്മിൻ നല്ലതായിരുന്നു ആദ്യം, പക്ഷേ ബ്ലസ്ലിയോട് ഒരു കൺസിഡറേഷനും ഉണ്ടായിരുന്നു. ഒരു നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. നിമിഷം പോയത് ബ്ലസ്ലി കാരണമാണെന്നോ എന്തൊക്കെയോ ചെറുതായിട്ട് പറഞ്ഞ് ശ്രീവിരുദ്ധൻ എന്നൊക്കെ പറഞ്ഞ് ഒപ്പിച്ചതാണ് ജാസ്മിൻ അങ്ങനെ മാറാൻ കാര്യം. ലൈവ് കണ്ടവർക്ക് അതും അറിയാം. ബ്ലസ്ലി പുറത്തിറങ്ങിയതിന് ശേഷം എങ്ങനെയായിരിക്കും ബ്ലസ്ലി ഇതിനെയൊക്കെ നോക്കിക്കാണുക? എങ്ങനെയായിരിക്കും ബ്ലസ്ലിയുടെ ഒരു പ്രതികരണം? എങ്ങനെയായിരിക്കും? എനിക്കത് പേടിയായിട്ടിരിക്കുക. എന്താണ് കാര്യം? അവനൊരിക്കലും പറയാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവനൊരിക്കലും ഇത് പ്രതീക്ഷിക്കത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും വിഷമങ്ങളോ, എനിക്കതൊരു നല്ല പേടി തന്നെയാണ്. അവൻ ഇറങ്ങുമ്പോൾ എന്താവും എന്നുള്ള പേടിയുണ്ട്. ഡേ 1 തൊട്ട് അവനവിടെ അനുഭവിക്കാത്ത, അതായത് ഞാൻ പറയുന്ന മനസ്സിലാക്കണം, പിന്നെ വ്യക്തിഹത്യ എന്തൊക്കെ രീതിയിൽ ഒത്തിരി അവിടുത്തെ കണ്ടസ്റ്റൻസ് ആയാലും ആരായാലും, ഉമ്മ വാപ്പ, പിന്നെ അത് കഴിഞ്ഞിട്ട് ആരായിരുന്നു പെങ്ങള്, ഈ 3 പേരെ. പിന്നെ പുറത്തിറങ്ങിയൊരു കണ്ടസ്റ്റൻസ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ വാപ്പ ആ പറയുന്ന സമയത്ത് വാപ്പ മരിച്ചുപോയത് അറിഞ്ഞില്ലായിരുന്നു, മറന്നുപോയിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഉമ്മയെ പറയത്തുള്ളായിരുന്നു. ഞാൻ ആ ഇൻ്റർവ്യൂ കണ്ടതാണ്. അപ്പോൾ ഇത്രയും വീട്ടുകാരെ പറഞ്ഞ അത് കേട്ടോണ്ടിരുന്ന ഒരു വ്യക്തി ഇവിടെ ഇല്ല. എല്ലാവരും പറയാൻ പ്രതികരിച്ചില്ല എന്ന്. പക്ഷെ അത് കണ്ടപ്പം ഇവൻ ലാസ്റ്റ് ജാസ്മിനും ചോദിക്കുന്നുണ്ട്, നീ നിന്റെ പെങ്ങളെയും ഉമ്മയെയും വെളിയിൽ കൊണ്ട് തള്ളൂല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പേടിച്ചെന്തോന്നറിയാമോ? ഇവിടെ കരഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഇവനൊരു ട്രോമയിലൂടെ വന്നവനാണ്. ആ ഒരു പരിഗണന പോലും ഇല്ലാതെ ലാസ്റ്റ് ഇവൻ പിന്നെ അവിടെ അതുപോലെ ആവുമോയെന്ന് വരെ ഞാൻ പേടിച്ചു പോയി. ഇവിടെ ഞങ്ങളെല്ലാം ഇതൊക്കെ കാണും, ഞങ്ങളെല്ലാം ഭയങ്കര കരച്ചിലാണ്. ഇവിടെ കരച്ചിലും അതാ, ആഹാരമില്ല, കുടിയില്ല, ഒരു നല്ലൊരു വിഷമത്തിലാണ് ഞങ്ങളെല്ലാവരും. ബ്ലസ്ലിയുടെ ഏക സഹോദരിയുടെ ഒക്കെ ഒരു അവസ്ഥ എന്നാണ്. കാരണം നമുക്കറിയാൻ സാധിച്ചത് കുട്ടിക്ക് പുറത്ത് പോകാൻ വരെ ബുദ്ധിമുട്ടാണ്. ആ രീതിയിലൊക്കെ ഇറങ്ങുന്നില്ല. അവള് പറഞ്ഞത് ബ്ലസ്ലി എങ്ങനെയെങ്കിലും തിരിച്ചു വിളിക്കാനാണ്. ആ ഒരു അവസ്ഥയിൽ വരെ എത്തി. കാര്യം അത്രയ്ക്ക് നിങ്ങൾക്ക് ആ കമന്റ് നോക്കിയാൽ മാത്രം മതി, എന്തോ ആണെന്ന് മനസ്സിലാവും. കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള വാക്കുകളാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അല്ല, അതുകൊണ്ടാണ് മോൻ പ്രതികരിച്ച് പോയത്. പിന്നെ വന്ന് വിഷമവുമായി അങ്ങനെ പ്രതികരിച്ചതിൽ. ഇതുവരെ ഒന്നും ചെയ്യാതിരുന്നിട്ട് ലാസ്റ്റ് കൊണ്ടുവന്ന് അങ്ങനെ ആയല്ലോ എന്നുള്ള വിഷമവുമായി. ഇപ്പൊ ഈ കമന്റ്, അതായത് ഉമ്മായും പെങ്ങളെയും നാട് റോഡിൽ കളയുമെന്ന് പറഞ്ഞവനല്ലേ. പക്ഷെ അത് ആരെയായാലും അങ്ങനൊന്നും പറയരുത്. ഏത് രീതിയിലും താഴ്ത്തിക്കെട്ടാൻ അങ്ങനെ നോക്കരുത്. അതേ ഉള്ളൂ എനിക്ക് ഇവരുടെ അടുത്തൊക്കെ പറയാനായിട്ട്. പിന്നെ ഇപ്പോഴിത് ഞങ്ങൾ കുറച്ച് ദിവസം ഉള്ളതുകൊണ്ട് സഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിങ്ങനെ തന്നെ ആയിരിക്കും എല്ലാവരുടെയും അവസ്ഥ, മിക്കവാറും ഒക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കണം. ലക്ഷ്മിപ്രിയയായിട്ട് ഏറ്റവും കൂടുതൽ ഫൈറ്റ് ഈ കഴിഞ്ഞ വീക്കിൽ കൂടെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉമ്മ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഇപ്പോൾ അവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് കാര്യങ്ങളൊക്കെ നടന്നത്, അത് കുറച്ചൊരു സീരിയസ് ആയിട്ടുള്ള ഫൈറ്റുകളായിരുന്നു അല്ലേ? അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എന്താ തോന്നിയത്? അതൊക്കെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, വിഷമം വന്നെങ്കിലും കാര്യം ഫസ്റ്റ് കപ്പെടുത്ത് വിളിച്ചു വെച്ചു, ആഹാരം കൊടുത്തില്ല, വെറുക്കുന്നുണ്ട്, ശപിക്കുന്നുണ്ട്, പിന്നെ ഫൈനൽ 5 വരാതിരിക്കാനാണ് പ്രാർത്ഥന എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒത്തിരി വിഷയങ്ങളുണ്ട്. ഫ്രോഡെന്നുള്ള, അവനെ തന്നെ ഫ്രോഡെന്ന് വിളിച്ചു, വാപ്പാടെ മരണം കണ്ട് ഭ്രാന്തായി പോയനാണ് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ എന്നാലും ലക്ഷ്മിപ്രിയയ്ക്ക് ഒരു ഗെയിം അല്ലേ, ഞാൻ പറഞ്ഞില്ലേ 17 പേർക്ക് 17 ഗെയിം, അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യാണ്. കാര്യം ലക്ഷ്മിപ്രിയയുടെ ഗെയിം ലക്ഷ്മിപ്രിയ, ബ്ലസ്ലി കളിക്കുന്നത് അവൻ്റെ ഗെയിം. എനിക്ക് പറയാനുള്ളത്, ഇത് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ റിയാലിറ്റി ഷോ ആണ്. റിയാലിറ്റി ഷോ, ഗെയിമിനെ ഗെയിമായിട്ട് കാണുക. അവർ കാണിക്കുന്ന അവിടെ ഗെയിമാണ്. അതിന് പകരം വീട്ടുകാരെ അതിനകത്ത് വലിച്ചഴക്കാതിരിക്കും. ഈ രീതിയിലൊക്കെ നിങ്ങൾ കുടുംബാംഗങ്ങൾക്ക് വരെ എതിരെ വരെ ഇത്തരത്തിലുള്ള സൈബർ അറ്റാക്ക് നടന്ന സമയത്ത് ബ്ലസ്ലി ബിഗ് ബോസിലേക്ക് പോകണ്ടായിരുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. ആദ്യം തോന്നിയത് റോബിൻ്റെ ആ ഇഷ്യൂ വന്നപ്പോൾ ഇനി ബ്ലസ്ലി ആയിരിക്കും എന്നുള്ള ഭീതിയായിപ്പോയി. പിന്നെ ഇപ്പൊ ഈ മോഡ കാര്യവും ഈ എത്ര അറ്റാക്ക് വന്നപ്പം വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. ഉള്ളതാണ് വേണ്ടി. എന്നിട്ട് ഞാൻ വിളിക്കാനൊക്കെ ട്രൈ ചെയ്തു. എല്ലാവരും പറയും, ബന്ധുക്കളെല്ലാം പറയും തിരിച്ചു വിളിക്കുക അവനെ. ഇപ്പോഴും എൻ്റെ ഫോണിൽ മെസ്സേജ് ഇടപ്പോൾ ബന്ധുക്കളല്ല, ഈ ഇവന്റെ ഇത് കാണുന്ന ആൾക്കാർ
മോനെ അവനെ അടിക്കുന്നതും ഇപ്പൊ വിനയ് മാധവ് പിടിച്ച് അടിക്കുക മറച്ചിടുകയൊക്കെ ചെയ്തില്ലേ ചെങ്കോലിന് വേണ്ടിയിട്ട്. അപ്പോഴും ഒത്തിരി ആളുകൾ ഒത്തിരി അമ്മമാര് എനിക്ക് എൻ്റെ ഒഫീഷ്യൽ ഇതിനകത്ത് ഒത്തിരി പേര് അവനെ അടിക്കുന്നത് ഇപ്പൊ എപ്പോഴും കിടപ്പുണ്ട് ഫോണിൽ, അവനെ അടിക്കുന്നതും ദ്രോഹിക്കുന്നതും കാണുന്നില്ല, അവനെ തിരിച്ചു വിളിക്കുന്നു. അപ്പൊ ഞാൻ വിളിക്കാനുള്ള എല്ലാം ഒത്തു. പക്ഷെ പിന്നെയും വിചാരിച്ചു അവനെന്തുമായിരിക്കും പ്രതികരിക്കുന്നതെന്ന് അറിയത്തില്ല. കാര്യം അവന് ആഗ്രഹിച്ചു കിട്ടിയ ഒരു പ്ലാറ്റ്ഫോം, ഇതുപോലൊരു പ്ലാറ്റ്ഫോം കിട്ടണമെങ്കിൽ അല്ലേ, ഇത്രയും വലിയൊരു ലോക മലയാളികൾ മൊത്തം കാണുന്ന പ്ലാറ്റ്ഫോമിൽ പിന്നെ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മളത് അവന്റെ അഭിപ്രായവും കൂടെ നമുക്ക് അറിയാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ വിളിച്ചില്ല. വാപ്പച്ചിയായിട്ടുള്ള ആത്മബന്ധം ആ ഒരു കഥയൊക്കെ പറയുന്ന സമയത്ത് അതൊക്കെ കണ്ട പ്രേക്ഷകര് എന്താ പറയാ കരഞ്ഞിട്ടുണ്ടാവും, തീർച്ചയായിട്ടും കരഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ ഉമ്മ കണ്ടപ്പോ നിങ്ങളുടെ ഫാമിലിയൊക്കെ അത് എങ്ങനെ തോന്നിയത്? ഞങ്ങൾ 2-3 ദിവസം കരഞ്ഞു. ഇവിടെ 2-3 ദിവസം കരഞ്ഞ് അത് കഴിഞ്ഞ് അവനത് പറയുമ്പോൾ തന്നെ ഞങ്ങളും ഇതെല്ലാം ഇങ്ങനെ ഞങ്ങളും പുറന്നോട്ട് പോയി ഓർമ്മകളിലൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങളും 2 ദിവസം അവൻ കരയുന്നതനുസരിച്ച് ഞങ്ങളും കരഞ്ഞുകൊണ്ടിരിക്കും. ബ്ലസ്ലി പറയുന്നുണ്ടല്ലോ, വാപ്പച്ചി എനിക്ക് വേണമെങ്കിൽ ബെറ്റർ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് പോകാമായിരുന്നു, പക്ഷെ എനിക്ക് സാധിച്ചില്ല. അദ്ദേഹം അതൊരു വിഷമമായിട്ട് തന്നെ എപ്പോഴും പറയുന്നുണ്ടല്ലോ അദ്ദേഹത്തിന്, അല്ലേ? അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ആ ഒരു കാര്യം എടുത്ത് പറയുന്നുണ്ട്, ഒരു നെഗറ്റീവായിട്ട്. എനിക്ക് നന്നായിട്ട് വാപ്പച്ചീനെ നോക്കാൻ പറ്റിയില്ലല്ലോ ആ രീതിയിലൊക്കെ. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ എങ്ങനെയായിരുന്നു ഫാമിലി എല്ലാവരുമായിട്ടും എങ്ങനെയായിരുന്നു ബ്ലസ്ലി? ഫാദർ ജീവിച്ചിരുന്നപ്പോഴത്തേക്ക് എന്ന് പറഞ്ഞാൽ അവൻ പറയുന്നുണ്ട് ഒരു 3rd പേഴ്സൺ ആയിരുന്നു അവനെന്ന് അന്നേരം. മനസ്സിലായോ? ആ ടാസ്കിൽ സെൽഫിയിൽ തന്നെ അവൻ പറയുന്നുണ്ട് ഞാനൊരു 1 വർഷം മുമ്പ് വരെ 1.5 വർഷം മുമ്പ് വരെ ഞാനൊരു 3rd പേഴ്സൺ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പം 1st പേഴ്സൺ ആയി എന്ന് പറഞ്ഞാൽ വാപ്പിച്ചാടെ ആ സമയത്ത് അവൻ 3rd പേഴ്സൺ എന്ന് പറയുന്നതിന്റെ കാരണം ഇപ്പൊ ഇവിടെ വന്ന് ബ്ലസ്ലി അവിടം വരെ പോയിട്ട് വാ, ഇങ്ങനെ പറയും, ഇന്ന കടയിൽ പോയിട്ട് വാ. അപ്പൊ അവന്റെ വാപ്പിച്ചാനാണ് വിളിച്ചിട്ട് പറയുന്ന, കടക്കാരെ വിളിച്ചിട്ട് പറയും ഇന്ന മോൻ വരുന്നുണ്ട്, ഇന്നെ സാധനം കൊടുത്തുവിടും. അത്ര ഒരു അറ്റാച്ച്മെന്റ് തന്നെയല്ല, കിടന്നുറങ്ങുന്നത് വരെ പാപ്പായും മക്കളും എല്ലാം കൂടെ ആ ഒരു അറ്റാച്ച്മെന്റ്. അതുകൊണ്ടാണ് അവൻ അത്ര കുഴപ്പമായത്. വാപ്പയ്ക്ക് ആ ഒരു ഇൻസിഡന്റ് ഉണ്ടായതൊക്കെ അദ്ദേഹം പറഞ്ഞ അതുപോലെ തന്നെയായിരുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ 8 മണിയായി, ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് ബാത്റൂമിൽ പോയിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് നെഞ്ചിനകത്ത് എന്തോ പോലെയെന്നാ പറയുന്നത്, നെഞ്ചുവേദനയെന്ന് പറഞ്ഞില്ല. അപ്പൊ അവൻ അവിടെ കിടന്നുറങ്ങുമായിരുന്നു. ഞാൻ വിളിച്ചുണർത്തി. അപ്പൊ ഇവിടെ വണ്ടിയില്ല. ഇവൻ ഒരുങ്ങി ഇരുന്നിട്ട് പിന്നെയും പറഞ്ഞ് എനിക്ക് വേദനയൊന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. ഇവൻ നിർബന്ധിച്ചാണ് വാപ്പിച്ച സ്ട്രോക്ക് ആണെങ്കിലോ, കാര്യം വാപ്പായും അവൻ്റെ സാബുക്കാടെ വാപ്പായും ഉമ്മായും സ്ട്രോക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പേടിച്ചവൻ ഇത് എന്തായാലും ഒരുങ്ങിയില്ലേ വാപ്പിച്ചാൻ പറഞ്ഞുകൊണ്ട് അപ്പുറത്ത് ഇവിടെ വണ്ടി ഇല്ലായിരുന്നു. 2ാമത്തെ മോനൊരു അവനൊരു വർക്ക് ഉണ്ടായിരുന്നു, അങ്ങനെ അവൻ പോയി. ആദ്യമായിട്ടുള്ള വർക്കാണ് അവൻ്റെ. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് ഇവൻ തന്നെ കൊണ്ടുപോയി, നിർബന്ധിച്ച്. ഞാനും പറഞ്ഞെങ്കിൽ പോയി ആശുപത്രി വരെ പോയിട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ അതാണ് അവൻ പറഞ്ഞാണ് സത്യം. ബൈക്കിന്റെ പുറകെ നാള് വീണത്. വാപ്പ KSRTC ജീവനക്കാരനായിരുന്നു അല്ലേ? അപ്പൊ എങ്ങനെയായിരുന്നു വാപ്പയായിട്ട് ബ്ലസ്ലി എങ്ങനെയായിരുന്നു അറ്റാച്ച്മെന്റ്? പറയാൻ ഒരു ഒറ്റ കാര്യം പറഞ്ഞുതരാം. അവന് എൻ്റെ നാത്തൂൻ്റെ മോൻ പാസ്പോർട്ട് എടുക്കുന്നു. പാസ്പോർട്ട് അന്ന് ഇവിടെ വന്നു, പാസ്പോർട്ട് എടുത്തു. വന്നിട്ട് ഉച്ചയായപ്പോൾ ഞാൻ വിളിച്ചു പറയുന്നുണ്ട് ബ്ലസ്ലിയുടെ പാസ്പോർട്ട് വന്നു. അപ്പം ഒരാഴ്ചക്കുള്ളിൽ കയറി പോകാനാണ് അവൻ, കയറി പോകാനാണ് സേഫ്റ്റി ഓഫീസർ എന്തോ ആയിട്ട്. പുള്ളി പാരപ്പള്ളി വന്നപ്പോഴാണ് വിളിച്ചു പറയുന്നത്. കായംകുളം വരെ വിളിച്ചങ്ങ് കരയുക, ഞാൻ എൻ്റെ മോനെ വിടത്തില്ല. ഞാൻ പറയാം ശരി വിടണ്ട. അപ്പം പിന്നെയും ഓരോരോ ആള് നിൽക്കുമ്പോഴും ഓരോ സ്റ്റേഷൻ എത്തുമ്പോഴും എന്നെ വിളിച്ചിട്ട് പറയാം, കരഞ്ഞോണ്ടാ പറയാം ഞാൻ വിടത്തില്ല എൻ്റെ കൊച്ചിനെ, അവന് ഇവിടെ എന്തെങ്കിലും ചെയ്താൽ മതി, അവനെ ഞാൻ വിടത്തില്ല. അവസാനം കായംകുളം എത്തിയപ്പോൾ ഞാൻ പറയുന്നു ഒരു കാര്യം ചെയ്യ്, എത്ര പേരുടെ ജീവനാ വണ്ടിക്കകത്തിരിക്കുന്നത്, അപ്പോൾ ഒന്ന് ഷാനെ വിളിച്ച് പറ നിങ്ങൾ വിടുന്നില്ലേ വിടണ്ട, എന്നൊരു തീരുമാനം ഇട്. അങ്ങനെ അവിടെ നിർത്തി, ആ പോക്ക് നിർത്തി. അപ്പോഴേ എന്നെ അവൻ ഓരോ ജോലിക്കും ഒക്കെ ഇരിക്കേണ്ടായിരുന്നു. പിന്നെ പോലീസ് ജോലി കിട്ടിയപ്പോഴത്തേനും 1.5 വർഷമാണ് അതിൻ്റെ ട്രെയിനിങ്. അപ്പം അവൻ പറഞ്ഞ് വാപ്പിച്ച അതിന് ഉണ്ടെന്നും പറഞ്ഞ സിനിമയുണ്ട്, അതും ഇട്ട് കാണിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞ് ഇതുപോലെ ആയിരിക്കും വാപ്പിച്ച ഞാൻ മറ്റേ ഇന്ത്യൻ റിസർവ് ബറ്റാലിയനാണ് കിട്ടിയത്, അപ്പം ഇതുപോലെ ആയിരിക്കും വാപ്പിച്ച ഞാനും പോണ്ടെന്നൊക്കെ പറയപ്പം വാപ്പായും കരഞ്ഞു മോനും കരഞ്ഞു. എന്നിട്ട് പറയാ വേണ്ട ഇങ്ങനെ. പിന്നെ വേറൊരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാല് നമ്മളൊരു ബോണ്ട് പൂരിപ്പിച്ചു കൊടുക്കണം. എന്തോ വിഷയം ഉണ്ടെങ്കിലും ഉത്തരവാദി ഇവൻ മരിച്ചു പോയാൽ തന്നെയും അംഗവയിൽ സംഭവിച്ചു ട്രെയിനിങ് ഇടയിൽ ഒപ്പിടത്തില്ല, ഞാനും ഒപ്പിടത്തില്ല. അതുകൊണ്ട് ആ ജോലി വേണ്ട.
തന്നെയല്ല കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവനെ തിരിച്ച് വിളിച്ചാലും ഈ ഒരു മൈൻഡിലായിരിക്കത്തില്ല അവനെ കിട്ടുന്നത്. കാര്യം അവരുടെ ട്രെയിനിങ് അത്ര കഠിനമാണല്ലോ. അവനനുസരിച്ചിട്ടില്ല അങ്ങനെ ഇങ്ങനെയാന്ന് പറയുന്നതിൻ്റെ കാരണം ഇവൻ്റെ ഓരോ എക്സാമിൻ്റെ തലേന്നും അല്ലെ 3 ദിവസം മുമ്പും ഇവൻ ഓരോരോ ആൽബത്തിൻ്റെ വർക്കിലായിരിക്കും. ആൽബത്തിൻ്റെ വർക്കിൽ അവൻ്റെ പാട്ടുപാടി ഇറക്കം ഒരു മാഷപ്പ് അങ്ങനെയുള്ള പരിപാടി വരുമ്പോഴത്തെ ഇദ്ദേഹം പഠിക്കത്തില്ല. പഠിക്കാതെ കമ്പ്യൂട്ടറിനകത്ത് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാപ്പിച്ച ദേഷ്യപ്പെടും. അങ്ങനെ അടിയാവും, വഴക്കാവും. അതാണ് സംഭവം. ഉമ്മയ്ക്ക് 4 മക്കളാണ് അല്ലേ? അതിൽ ബ്ലസ്ലി ഏറ്റവും മൂത്ത ആള്. താഴെയുള്ള മക്കളൊക്കെ എന്താ ചെയ്യുന്നത്? ഒരാൾ LLB കഴിഞ്ഞു, 3ാമത്തെ ആളിപ്പം ജോലിയുണ്ട്, എഞ്ചിനീയറാണ്. പിന്നെ മോളിപ്പം ഡിഗ്രി കഴിഞ്ഞിട്ടിരിക്കുന്നു. ബ്ലസ്ലിയുടെ വിദ്യാഭ്യാസം ഒരു കഥയാണ്, അത് പറഞ്ഞുതരാം. ബ്ലസ്ലി ഡിഗ്രി MSM കോളേജിലായിരുന്നു, ഫിസിക്സ് മെയിൻ. അത് കഴിഞ്ഞിട്ട് അവന് പക്ഷെ സൗണ്ട് എഞ്ചിനീയറിങ്ങിന് പോകണമെന്നൊക്കെ ഉള്ള എനിക്ക് അറിയാമല്ലോ, പാട്ടിനോടുള്ള ഇത് വെച്ച്. പക്ഷേ അത് കഴിഞ്ഞ് ഒരു സപ്ലി ഉണ്ടായിരുന്നു. അത് റിയാസ് തന്നെ കളിയാക്കുന്നത് ഞാൻ കേട്ടു. സപ്ലി എഴുതി എന്തോ നാണെന്ന്. പക്ഷേ അങ്ങനെയല്ല, അവൻ ഈ പാട്ടിനോടുള്ള ഞാൻ പറഞ്ഞില്ലേ, പരീക്ഷയുടെ 2-3 ദിവസം മുമ്പ് അവൻ എന്തെങ്കിലും എഴുതും, പിന്നെ അത് കമ്പ്യൂട്ടറിൽ നിന്ന് ജോലി ചെയ്യും. അത് കഴിഞ്ഞ് അന്നായിരിക്കും അവൻ പബ്ലിഷ് ചെയ്യുന്നത് യൂട്യൂബിൽ, അവൻ്റെ ചാനലിൽ. അത് കഴിഞ്ഞാണ് അവൻ പഠിക്കാനിരിക്കുന്നത്, മനസ്സിലായോ? അങ്ങനെയായിരുന്നു അവൻ്റെ വാപ്പിച്ചായിട്ട് ഉള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. പിന്നെ അതവൻ നിർത്തി. അവൻ അത് കഴിഞ്ഞിട്ട് സ്വാതിരുന്നാളിൽ പോയി. സ്വാതിരുന്നാളിൽ മ്യൂസിക് മെയിൻ എടുത്ത് പോയി. അപ്പോൾ ഈ ബിഗ് ബോസ് കാരണം അതും മുടങ്ങി കാണും. പിന്നെ നബോഷ്, ആയോഷ് എല്ലാം ഉണ്ട്. പിന്നെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിംഗ് ഉണ്ട്. പിന്നെ പറഞ്ഞില്ലേ, ജോലി ഇട്ടിട്ട് സ്റ്റേറ്റിലും ഉണ്ടായിരുന്നു. മറ്റേത് ഇത് വന്നതാണ്, ഞാൻ വാപ്പിച്ചായും മോനും കൂടെ എന്നെ കാണാതെ എടുത്ത് മാറ്റിക്കളഞ്ഞു. ട്രെയിനിങ്ങിൻ്റെ ഓർഡറൊക്കെ എടുത്ത് മാറ്റിക്കളഞ്ഞു. ഈ മ്യൂസിക് ഫീൽഡിലോട്ട് വരുന്നതിൽ എങ്ങനെയാണ് ഫാമിലിയുടെ സപ്പോർട്ട്, പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. അത് അവൻ്റെ പാഷൻ. ബ്ലസ്ലി ബിഗ് ബോസിലേക്ക് വന്നതിന് ശേഷം ബ്ലസ്ലിയുടെ റീൽസ്, വീഡിയോസ് ഒക്കെ തരംഗമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോഴും. ഇപ്പോൾ അതൊക്കെ കാണുമ്പോൾ എന്താ സന്തോഷമാണോ? കാരണം സബ്സ്ക്രൈബേഴ്സ്, ഫോളോവേഴ്സ് ഒക്കെ വളരെ സ്പീഡിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സന്തോഷം, അവനും സന്തോഷമായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ അവൻ്റെ ഒരു പാട്ടിറങ്ങിയോ, അവൻ്റെ വാപ്പിച്ച തന്നെ ആണെങ്കിലും ഇതിനകത്ത് പറയുന്നുണ്ട്, ഇതിൻ്റെ പാട്ട് ഞാൻ KSRTC എല്ലാ ഗ്രൂപ്പിലും ഷെയർ ചെയ്യുന്നുണ്ടെന്ന് പറയത്തില്ലേ. അപ്പോഴ് ഞങ്ങളെല്ലാം അവൻ്റെ ഒരു പാട്ടിറങ്ങി കഴിഞ്ഞാൽ, ഇപ്പം ദമാക്കാലയൊക്കെ പാട്ട് ഓരോ സെക്കൻഡിലും ഞങ്ങളിങ്ങനെ നോക്കുമായിരുന്നു, എത്ര വ്യൂ ആയെന്ന്. അപ്പോൾ ഇപ്പം അതൊക്കെ കാണുമ്പോഴത്തേന് വളരെയധികം സന്തോഷമുണ്ട്. അതിനുള്ള ഇട ഉണ്ടാക്കി തന്നതും ഈ ഏഷ്യാനെറ്റാണ്, ബിഗ് ബോസ് ആണ്. അതിനൊക്കെ ഉള്ള നന്ദിയുണ്ട് എല്ലാത്തിനും. ബ്ലസ്ലിക്കാണ് ടൈറ്റില് ഉറപ്പിച്ചൊരു മത്സരം. അവസാന നിമിഷത്തിൽ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൊണ്ടിട്ട് കുറച്ച് എന്താ പറയുക, കുറച്ച് താഴോട്ട് പോകുന്നു, ഡൗൺ ആയിട്ട് പോകുന്നു പറയുന്നുണ്ട് പ്രേക്ഷകർ. ബ്ലസ്ലിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ തന്നെ പറയുന്നതാണ്. കാരണം അവരും എന്താ പറയുക, പൂർണ്ണമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ബ്ലസ്ലി തന്നെ വിന്നർ ആകണം എന്ന് ഈ ഷോയിൽ. അപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും ബ്ലസ്ലി കുറച്ച് താഴോട്ട് പോകുന്നോ? ഇപ്പോൾ ബ്ലസ്ലി താഴോട്ട് പോകുന്നത് അവൻ്റെ ചിരിയും കളിയൊക്കെ അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കും എല്ലാവർക്കും തോന്നുന്നത് അല്ലേ. ദിൽഷയായിട്ടുള്ള ചിരിയും കളിയും വരുമ്പോഴത്തേക്ക് ആളുകൾ വിചാരിക്കുമായിരിക്കും ദിൽഷയ്ക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുന്നത്. അങ്ങനെ ഒരു ഇമേജ് മനഃപൂർവ്വം ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാര്യം 100% ഗെയിം ബ്ലസ്ലി ഒരിക്കലും ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ഇല്ല. ബ്ലസ്ലിയെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത, ഇത്രയും നാൾ സ്നേഹിച്ച, ബ്ലസ്ലിക്ക് ഒപ്പം നിന്ന ജനങ്ങളോട്, അദ്ദേഹത്തിൻ്റെ ഫാൻസിനോട്, പ്രേക്ഷകരോടൊക്കെ ഉമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഈ ചെറിയ ചെറിയ കുറ്റങ്ങൾ അവൻ ചെയ്തു, അവൻ തന്നെ ഇന്നലെ പറയുന്നുണ്ടോ, ചെറിയ മണ്ടത്തരങ്ങൾ എല്ലാം. 26 വയസ്സുള്ള ഒരാളാണ്. പിന്നെ നേരത്തെ ഈ ഷോയിൽ, ഒരു റിയാലിറ്റി ഷോയിലും പങ്കെടുക്കാത്ത ഒരാളാണ്. നേരത്തെ ഈ ബിഗ് ബോസ് അധികം കണ്ടിട്ടില്ലാത്ത ആളുമാണ്. അപ്പം അവനിൽ വരുന്ന കുറ്റങ്ങൾ ക്ഷമിച്ച് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രേക്ഷകരും ഇനിയും സപ്പോർട്ട് ചെയ്യണം. പിന്നെ വളരെയധികം നന്ദി. ഞങ്ങൾ മിക്കവാറും പ്രതീക്ഷിച്ച ഒരാഴ്ച അവനും പറഞ്ഞിട്ടാണ് പോയത്. ഡ്രസ്സൊക്കെ പിന്നെ നമ്മൾ അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഒരാഴ്ചത്തേക്കുള്ള എല്ലാം കൊണ്ടാവും പോയത്. അപ്പോൾ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി. നമ്മളോട് ഇത്രയും നേരം ഓപ്പൺ ആയിട്ട് തന്നെ ബ്ലസ്ലിയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമ്മളായിട്ട് പങ്കുവച്ചു, ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളുമായിട്ടൊക്കെ പങ്കുവച്ചു. വളരെ നന്ദിയുണ്ട് ഇത്രയും സമയം നമ്മളുമായിട്ട് ഈ ഒരു ഇൻ്റർവ്യൂ അനുഭവിച്ചത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.